എന്താ ഇതൊക്കെ? ലഞ്ചാ. കോണ്ടിനെന്റൽ, ചൈനീസ്, തന്തൂരി, നേപ്പാളി ബെസ്റ്റ് ഫുഡാ. എന്തിനാ ഇതൊക്കെ എന്നാ ചോദിച്ചത്? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അതോ എന്നെ സന്തോഷിപ്പിക്കാനോ? അതെ, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതില്ല. നമ്മൾ കണ്ടുമുട്ടി അന്ന് തന്നെ ഒരു ട്രീറ്റ് തരണമെന്ന് ഞങ്ങൾ വിചാരിച്ച അല്ലടാ. പിന്നെ അന്ന് ബസ്സിനകത്തുനിന്ന് കുട്ടിയെ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കിയില്ലേ, അതൊരു ടെസ്റ്റ് ആയിരുന്നു. ആ ടെസ്റ്റിൽ കുട്ടി വിജയിക്കുകയും ചെയ്തു. അല്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിലും വലിയ സമ്പന്നത ഉപേക്ഷിച്ച് പോന്നവളാ ഞാൻ. ഇഷ്ടം പോലെ പറന്നു നടക്കണം. കുട്ടിക്കാലം മുതൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അനുഭവിച്ചു തീർക്കണം. നിങ്ങൾക്കറിയോ, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആദ്യമായി മിനിസ്റ്റർ ആവുന്നത്. ടെററിസ്റ്റുകളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് അച്ഛന് Z കാറ്റഗറി സെക്യൂരിറ്റി ആയിരുന്നു. കൂട്ടത്തിൽ അമ്മയ്ക്കും എനിക്കും. ക്ലാസ്സിലെ പിൻബെഞ്ചിൽ തോക്കുമായി നിൽക്കുന്ന ബ്ലാക്ക് കാറ്റ്സിന് നടുവിലിരുന്ന് ആദ്യാക്ഷരങ്ങൾ പഠിക്കേണ്ടി വന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. കൂട്ടുകാരില്ല, കളിചിരിയില്ല, ബാല്യത്തിന്റെ വർണ്ണങ്ങളൊന്നുമില്ലാത്ത നരച്ച ബാല്യം. മന്ദിരത്തിലെ സുരക്ഷിതത്വത്തിന് നടുവിലും സ്വന്തം വേലക്കാരൻ തന്നെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നെ ആദ്യം നടുക്കിയ സംഭവം. இந்த மினிஸ்டர் வேலை நமக்கு வேண்டாங்க. வேற எവിടെയെങ്കിലും போய் ജീവിക്കാം. மரணம் காத்திவிட കഴിയുന്നതിലും ഭേദം அதான். லட்சுமி, சின்ன வயசுல இருந்தே நான் பார்ட்டி மெம்பர். எவ்வளவு உதவாங்கிருக்கு பார்ட்டிக்காக. எத்தனை வாட்டி நான் லாக்அப்ல கிடந்திருக்கு, எத்தனை வருஷம் நான் ஜெயில கிடந்திருக்கு. அதுக்கெல்லாம் எனக்கு ஒரு பலன் வேண்டாமா? பாவம், குழந்தை கொஞ்சம் பயந்துருக்கு. பரவாயில்ல, எதிர்கால வாழ்க்கைக்கு இதெல்லாம் ஒரு எக்ஸ்பீரியன்ஸா எடுத்தா போதும். மினிஸ்டர் மகதானே, மனசு கொஞ்சம் ஸ்ட்ராங்கா தானே இருக்கணும். நீ குழந்தை கூட நிம்மதியா படுத்து தூங்கு. எனக்கு கொஞ்சம் வேலை இருக்கு, நான் வரேன். உடம்பு பூரா பயங்கர வலி, பேசுறது கூட ரொம்ப கஷ்டம். இன்னைக்கு சேத்துக்குடியில மகளிர் அசோசியேஷனோட இனாகரல் ஃபங்க்ஷன் போய் தான் ஆகணும். ஞான ஆலோசிச்சுட்டு ஒரே ஒரு வழி காணணும். சேத்துக்குடியில ലക്ഷ്മി പോണം. ഞാനോ? ഒരു നല്ല വീട്ടമ്മയെ മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച എന്റെ അമ്മയെ നിർബന്ധിച്ച് അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി. പോയിട്ട് വാ. ആ പോയത് ആരാന്നറിയാമോ? വെറും ലക്ഷ്മി സന്താനമല്ല, சேத்துக்குடியில வரப்போற பை எலெக்ஷன்ல நம்மட பார்ட்டியோட ஸ்தானார்த்தி. இந்த உடம்பு வலி, பாடி பெயின் எல்லாம் வெறும் நாடகமா. சும்மா சொன்னா போக மாட்டா. அங்க செல்லும்போ ஸ்டேஜில் வச்சு நம்மட கட்சி ஸ்தானார்த்தின்னு பார்ட்டி செக்ரட்டரி அனௌன்ஸ் செய்யும். அப்பதான் அம்மாவுக்கு எல்லாம் தெரிய போகுது. என்ன, வருங்கால பாண்டிச்சேரி முதலமைச்சர் லக்ஷ்மி சந்தானம் வாழ்க. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അറിയില്ലേ? செல்லம், மினர்வா தியேட்டர்ல ஸ்பீல்பர்க் உடைய பர்த் ஆஃப் a குயின் ஓடுது. அந்த படம் உனக்கு பார்க்க வேண்டாமா? The men that attacked me. Go down there, do whatever you can. I need more time to finish the last rites. Thank Christ, the true shepherd. സിനിമ പാതിക്ക് നിർത്തിയിട്ട് ഇത്ര തിരക്കിട്ട് എങ്ങോട്ടാ? அப்பா உங்களுக்கு என்ன ஆச்சு? லட்சுமிக்கு பகரம் அங்க நான் தான் போயிருக்கணும். എനിക്ക്
தலைப்புச் செய்திகள். அடுத்த மாதம் நடைபெறவிருக்கும் சேத்துக்குடி பை எலெக்ஷனில் எதிர்க்கட்சியான KMK கட்சியின் தலைவர் திரு முத்துராமனின் மகன் திரு செல்வத்திற்கு எதிராக சென்ற மாதம் குண்டுவெடிப்பில் இறந்த திரு லட்சுமி சந்தானத்தின் மகள் காயத்ரியை நிறுத்துவதாக திரு RK சந்தானம் இன்று பாண்டிச்சேரியில் பத்திரிகையாளர்களிடம் அறிவித்தார். പാർട്ടി തീരുമാനിച്ചു, ഞാൻ അങ്ങ് സമ്മതിച്ചു, അவ்வளவுதான். അമ്മ മരിച്ചിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. ഓർമ്മയുണ്ടോ അച്ഛന്? ഉണ്ടല്ലോ, அதனால தானே சம்மதிச்சா. லட்சுமி மரிச்ச சென்டிமெண்ட்ஸ் இன்னும் ஜனங்க மனசுறது போல அதை நம்ம சம்பாதிச்சா நிச்சயம் நீ ஜெயிக்கும். എന്നെ തോൽപ്പിക്കാൻ ഏത് ശക്തികൾ അവളെ നശിപ്പിച്ചു, അവരെ നശിപ്പിക്കാൻ ലക്ഷ്മിയുടെ മരണം തന്നെ നമ്മൾ ആയുധമാക്കണം. അമ്മയുടെ മരണം പോലും വിറ്റ് വോട്ടാക്കണമെന്നല്ലേ? ചെല്ലോ, നീ ഇപ്പൊ சொன்னதாண்டி சரியான പൊളിറ്റിക്കൽ തന്ത്രം. പറ്റില്ല, സ്ഥാനാർത്ഥി അവൻ എന്നെ കിട്ടില്ല. മോളെ ഗായത്രി, ഇല്ലെന്ന് പറഞ്ഞില്ലേ? இங்க பார், இந்த RK சந்தானம் ஒரு தீர்மானம் எடுத்தா பின்ன அதுல எந்த மாற்றமும் வராதுன்னு என்ற போல் கரியாலோ. നാളെ മുതൽ ഇലക്ഷൻ പ്രചരണം തുടങ്ങണം, പുറിഞ്ഞതാ? ഒറ്റപ്പാലത്തുള്ള അമ്മയുടെ തറവാടായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ എനിക്ക് മുൻപ് അച്ഛന്റെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട ഞാൻ നാടോടികളുടെ കൂടെ കൂടി. ഒരു മന്ത്രിയുടെ മോളെ വഴിയോരത്ത് കിടക്കുന്ന ബസ്സിൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ. നിങ്ങളോടൊപ്പം കൂടിയതിനു ശേഷമാണ് ജീവിക്കുന്നു എന്ന് തന്നെ ഒരു തോന്നലുണ്ടായത്. നിങ്ങളുടെ കളി, ചിരി, തമാശ, വഴക്ക് ഒക്കെ എനിക്കിഷ്ടായി. എന്തായാലും ഞാൻ ഇനി തിരിച്ചു വീട്ടിലേക്കില്ല. காயத்ரி பத்தி ஏதாவது தகவல் கிடைச்சதா? என்ன இல்ல இல்லன்றீங்க? எங்க தேடினீங்க? என்ன பண்றீங்க எல்லாரும்? സാർ, പ്രതിപക്ഷ നേതാവ് മോനും കാണാൻ വന്നിട്ടുണ്ട്. വണക്കം ஐயா. வணக்கம் வணக்கம், வாங்க உட்காருங்க. எப்படி சௌக்கியம் தானா? கடவுள் புண்ணியத்துல நல்ல சௌக்கியம். என்ன அப்படி சொல்றீங்க? இல்லனா இந்த நாட்டுடைய எதிர்க்கட்சி தலைவர் முத்துராமனும் அவரோட மக செல்வமும் என் வீட்டு வாசப்படி மெரிப்பீங்களா? சரி, உங்களுக்கு நான் என்ன செய்யணும்? உங்க பொண்ணு என் அப்போசிஷன் கேண்டிடேட் உடம்பு சரியில்லாம ஹாஸ்பிட்டல்ல இருக்கான்னு கேள்விப்பட்டேன். ஆமா, இப்ப என்ன அதுக்கு? அவ எந்த ஹாஸ்பிட்டல்ல இருக்கான்னு நாங்க கொஞ்சம் தெரிஞ்சுக்கலாமா? அதை நீங்க தெரிஞ்சுக்க வேண்டிய அவசியம் இல்ல. வேண்டாம், சொல்ல வேண்டாம். ஆனா இந்த எலெக்ஷன்ல இவனுக்கு ஆப்போசிட்டா அவன் நிக்க கூடாது. சாரி முத்துராமன். ஓகே, நாங்க வரோம். ஆனா ஒரு விஷயம், உங்க பொண்ணு எங்க இருக்கா, யாரோட இருக்காங்கிறதெல்லாம் தெரிஞ்சுக்கிட்டு தான் நாங்க இங்க வந்திருக்கோம். வரட்டுமா? பாண்டியா, அவ கதையை முடிச்சிடு. ஓகே. അയ്യോ സിഐ, നീ എന്താ പുള്ളാളിക്കണ? എന്താ സാർ കാര്യം? ഒറ്റ കീറിയാൻ വെച്ച് എന്താണല്ലോ, നിന്റെ കൂടെയുള്ള പെണ്ണാരാണെന്ന് പറഞ്ഞപ്പോ എന്റെ കൈയും കാലം നടന്നുപോയി. അല്ല, എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? സാർ ഒന്നും ഞങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. വായെടുത്ത രണ്ടെണ്ണം നുണേ പറയുള്ളൂ. നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കനൽക്കട്ടയാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് മിനിസ്റ്റർ ലെവലിലാ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. വേഗം എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞു വിട്ട് തടി രക്ഷിക്കാൻ നോക്ക്. എന്നെ ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നു, എന്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കുന്നു. പ്ലീസ് മാഡം, മാഡത്തിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകഞ്ഞിട്ടാ. നിങ്ങളൊരു ഹോം മിനിസ്റ്ററുടെ മകളാ. നിങ്ങൾ സഹകരിക്കില്ലെങ്കിൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും. ഇതൊരു ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റരുത്. വെറുതെ ഈ പാവങ്ങളുടെ ജീവിതം കളയരുത്. കാര്യം, ഇവരെന്നെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന യുവമാരെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാ ഹൈലി കോൺഫിഡൻഷ്യലായി നീങ്ങുന്ന ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അറിയിച്ചത്. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. DAGയും ഗ്രൂപ്പോ വരുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവരെന്നെ കാണണ്ട. അവരൊന്നും ചെയ്യരുത്. Stop it. ഇനി അവരെ തൊട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. Leave them. Sir, please. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിന് ആപത്താ.
നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങൾക്കിടയിൽ വീണ്ടും ഞാനൊരു പ്രശ്നമായി. വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ വേദനിച്ച അതെനിക്ക് താങ്ങാനാവില്ല. അത്രയ്ക്ക് ഞാൻ പോവാ. എന്നും മനസ്സിലുണ്ട്. ഒരിക്കലും എന്നെ മറക്കരുത്. இந்த கவர்மெண்ட் மேல எனக்கு இருந்த நம்பிக்கை போயிடுச்சு. அதனால நானும் முத்துராமன் அவர்களும் சேர்ந்து ஒரு புது கூட்டணி அமைச்சுக்கலாம்னு முடிவு பண்ணி. அப்ப நெக்ஸ்ட் சிஎம் சந்தேகம் என்ன, ஆர்கே சந்தானம் தான். அப்ப நீங்க? மிஸ்டர் முத்துராமன் அவர்கள் ஹோம் மினிஸ்டர். அது மட்டும் இல்ல, எங்களுக்குள்ள இருக்கிற உறவை பலப்படுத்திக்கிறதுக்கு நாங்க இன்னொரு முடிவும் எடுத்திருக்கோம். பையனுடைய அப்பாங்கிற முறையில அதை நீங்க சொன்னா நல்லா இருக்கும். சரி, அப்படியே ஆகட்டும். சந்தான மகள் காயத்ரிக்கும் என் பையன் செல்வனுக்கும் கல்யாணம் பண்ணி வைக்கிறதா நாங்க முடிவு பண்ணிட்டோம். அதுக்கான நிச்சயதார்த்தம் இந்த மாசம் 24ஆம் தேதி மிஸ்டர் சந்தான வீட்லயே நடக்கும். എന്തിനാടാ അവള് നമ്മുടെ ബസ്സിൽ വന്ന് കയറി? എവള്? ഗായത്രി. അവള് വന്ന് കയറി അതുപോലെ പോയി. മനസ്സിന്റെ സ്വസ്ഥത കളയാൻ. അവള് മന്ത്രിയുടെ മകളാവാതെ ആർക്കും അവകാശമില്ലാത്ത പഴയ നാടോടിയായ മതിയായിരുന്നു. ശരിക്കും വീടുറങ്ങിയ പോലെ. പെട്ടെന്ന് അവൾ അടുത്തുനിന്ന് പോയപ്പോ എന്തോ ഒരു മിസ്സിങ്. ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നോടാ. അവളുടെ പോക്ക് മനസ്സിൽ നിന്ന് മായനില്ല. ഒന്നും കൂടി കാണാൻ ഒരു കൊതി. ഇനി കാണണമെങ്കിൽ പോണ്ടിച്ചേരിക്ക് പോണം. നമുക്കൊന്ന് പോയാലോ? നീ എന്താ ഈ പറയണേ? കാര്യ, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്ന് കണ്ടാ മതി, എന്നിട്ട് നമുക്ക് തിരിച്ചു പോരാം. ഉണ്ണികൃഷ്ണ, അത് എങ്ങനെ പോകും? നമ്മുടെ ബസ്സിൽ നമുക്കൊന്ന് പോവാം. ആ കോശിയോ, എവിടെയായിരുന്നു? കോയമ്പത്തൂര്. എന്ത് ചെയ്യായിരുന്നു അവിടെ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ആ പണ്ടാറക്കാലത്ത് പെണ്ണുകാരൻ. ഓഹോ, അങ്ങനെയൊക്കെ. ആ മാലാഹക്കുട്ടിയുടെ പിശാചി സ്വഭാവം കാരണം ഞാൻ കോയമ്പത്തൂരെത്തി. റിസ്ക്കുള്ള യാത്രയായിരുന്നല്ല. റിസ്ക്? ആ, അങ്ങനത്തെ ഒരു യാത്രയായിരുന്നല്ല. ഏതായാലും കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരാന്ന് വെച്ച് ഹോട്ടലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ബില്ല് പൊറോട്ട അടിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പാ ആ മുതലാളിക്കത് വേണ്ടാന്ന്, കാശ് മതിയെന്ന്. എന്നിട്ട് കാശ് കൊടുത്ത എന്റെ കയ്യിലില്ലല്ല. നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് ഞാനയാളെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹോട്ടൽ മുതലാളി വിട്ടതാണ്. മൂസിയണ്ണജി ഭയങ്കര സ്മാർട്ടാ. நான் கோயம்புத்தூர்ல இருந்து கோஷி கிட்ட காசு வாங்குறதுக்கு வந்த மூசி. மூசி இது முதலாளி, அது தொழிலாளி. முதலாளியாவது கீழாளியாவது இங்க பாரு, என்ன ஏமாத்த வேண்டாம். என் முதலாளி வந்து பேரு அண்டர்வேர்ட் பிரின்ஸ். ഇയാൾ എത്ര രൂപ പറ്റിയിട്ടുണ്ട്? திரும்பி வரும்போது பார்சல் வாங்கினெல்லாம் சேர்த்து வந்து 351 രൂപ 75 കാശ്. 75 പൈസ. ലഡ്ഡു സാപ്പിട്ട് இருக்க. ലഡ്ഡു എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി. കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഞങ്ങളെ കാണൂലായിരുന്നു. അയ്യോ, നിങ്ങൾ ഈ കാര്യം ചാടി ചാവാൻ പോയിരുന്നല്ലേ? അല്ല, ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് പോവാ. പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. അയ്യോ, കാശ് കിട്ടിയില്ലെങ്കിൽ ഇയാള് വണ്ടിന്ന് പോവൂല. എന്നാ കണ്ട പോവൂല. പോകണ്ട, ആ വണ്ടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങിക്കോളാൻ പറ. എനിക്ക് കാശ് വേണയ്യ. ഇല്ലേ മുതലാളി? വായിട്ടലക്കലടോ. പോണ്ടിച്ചേരി പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. പോണ്ടിച്ചേരി ഞാൻ എങ്ക വേണാലും പറഞ്ഞേ, എനിക്ക് കാശ് താൻ തേവേ. നിർത്തണോ? എന്റെ അമ്മോ, എവിടെ നിന്ന് കിട്ടിയോടോ ഇഞ്ഞൊണ്ടീന? എന്നടാ സൊന്നേ? അല്ല, ഈ വണ്ടി വിറ്റിട്ടായാലും നിനക്ക് കാശ് തരുമെന്ന്. വെറുതെ. അല്ല, നമ്മൾ എപ്പോഴാണ് നാളെ പോണ്ടിച്ചേരിക്ക് പുറപ്പെടുന്നത്? നാളെ സുപ്രഭാതത്തിൽ. பிள்ளையாரப்பா, நான் 6 மாசமா சஸ்பென்ஷன்ல இருந்தேன், டிமோஷன்ல இருந்தேன். அதுக்கப்புறம் இன்னைக்கு தான் நான் ஜோலிக்கு ஜாயின் பண்ண போறேன். வேலை போயா இந்த போண்டிச்சேரி இருந்து திருப்பி பாலக்காட்டுக்கு வர வேண்டாம்னு என் பொண்டாட்டி சொல்லியிருக்கு. எனக்கு என்னோட பழைய போஸ்ட் அதே போல் திருப்பி கிடைச்சிடணும். வித் ப்ரமோஷன். அதுக்காக நீங்க எனக்கு ஒரு வழிகாட்டி கொடுக்கணும். எல்லாம் நல்லபடியா நடக்கணும். ஆண்டவா. നിർത്തി, ഇവിടെ നിർത്തി. ഈശ്വര, അവളുടെ വീട്. യോ,
ഞാനൊന്ന് പറയട്ടെ. என்னங்க കേരള വന്നിരിക്കാங்களா? என்ன வேணும்? തമിഴില് കാര്യങ്ങളൊന്നും പറ. அம்மாவே பார்க்கணும் ஐயா. என்ன அம்மா? ஓ பிச்சைக்கார பசங்க வெளிய போ சொல்லியா. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഈ വൃത്തിയായിട്ട് അണ്ണാച്ചിനെ കൊണ്ടുവരണ്ടാവും. നീ എനിക്ക് പണം തരാൻ വേണ്ടി വാ. നിനക്ക് വോയിസ് കാർഡ് നിർത്ത് കൊണ്ടാടങ്ങാൻ. അമ്മയല്ല കുട്ടി, ഗായത്രി കുട്ടിയെ കാണണം. അപ്പോയിന്റ്മെന്റ് എടുക്കാ. ഓയിന്റ്മെന്റ് ഇല്ല, വേണേ അമൃതാജ്ഞം തരാം. ഓ കൈക്കൂലി കൊടുക്കണായിരിക്കും. ആ കൈക്കൂലിയാ, അത് അകത്ത് പോയി ഗായത്രി കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം. என்னடா சொன்னே? கைக்கூலியா? இந்த பாலக்காடு ചന്ദ്രചൂഡൻ കൈക്കൂലി വാങ്ങിയ ഹിസ്റ്ററി ചരിത്രത്തിൽ ഇല്ല. മലയാളി ഗായത്രി മേലെ കാണണമെങ്കിൽ നേരത്തെ സമയവും തീയതിയും നിശ്ചയിക്കണം. കൊച്ചിന്ന് ഉണ്ണി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി. കൂടെ സുന്ദരനും കോശിയും കോസ്കിറ്റിൽ നിന്ന് കാശ്മീർക്ക് മൂണ്ടാണ്ടിരിപ്പാണ്ടി ഉണ്ണിയും സുന്ദരനും വന്നു എന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ വേണ്ട, ഇത് ഗായത്രി കുട്ടിയെ കാണിച്ചാ മതി. ആ சார் உள்ள விடலாமா சார்? 2 பேரை உள்ள விடுங்க. சரி சார். സ്കോറ വളാച്ചി யா போயா. யாராவது 2 பேர் உள்ள போப்பா. എന്നാ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. എന്തിനി? ഞങ്ങൾ ഇതുവരെ മന്ത്രിയുടെ വീട് കണ്ടിട്ടില്ല. അതെ, നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞങ്ങൾ ഒരു അത്യാവശ്യത്തിന് വന്നതാ. വാ. അവര് ഗായത്രീനെ കണ്ടിട്ട് വരട്ടെ. നമുക്ക് പോയി 3x റമ്മ് കീറാ. പോണ്ടിച്ചേരിയിലും മറ്റവൻ ചീപ്പാ. എത്ര വേണം കീറാമ്? என் காசு தரல ஒண்ணு பிச்சு கீறுவேன். ഏയ് പോണ്ടിച്ചേരിയിലെ കല്ലിനെ പോലെ നീ ചീപ്പാവല്ലേ? വാടാ. எவ்வளோ க்ளோஸ்? ரொம்ப க்ளோஸா? உட்காருங்க. சொல்லு தம்பி, லவ்வா? സാർ ചോദിച്ചത് കേട്ടില്ലേ? ഗായത്രി കുട്ടിയെ നിനക്ക് ഇഷ്ടമെന്ന് പറയട ഉണ്ണി. அப்படி சொல்லு. கேரளத்துல இருந்து இவ்வளவு தூரம் விஷயம் இல்லாம ஒருத்தன் வரமாட்டான்னு எனக்கு தெரியும். டேய் உட்காரு, நான் போய் காயத்ரி நினைக்கிறேன். உட்காரு உட்காரு தம்பி, உட்காரு. എന്താണ്? നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് നിന്നെ വലിയ ഇഷ്ടമായെന്നാ തോന്നണത്. നീ എന്തിനാ ഇപ്പൊ അങ്ങേരോട് ഞാനും ഗായത്രിയും തമ്മിൽ ലവ് എന്നൊക്കെ പറഞ്ഞ? എന്താ നിനക്ക് ലവ് ഇല്ലേ? ഇല്ലെങ്കിൽ നിനക്ക് ലവ് ഇല്ലെന്ന് പറയാ. അതല്ല, ലവ് ഉണ്ട്, പക്ഷെ ഇത്ര ദിടീന്ന് പറയണ്ടായിരുന്നു. ഞാൻ ദിടീന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ദിടീന്ന് ഗായത്രിയെ വിളിക്കാൻ വേണ്ടി പോയത്. എന്നായാലും ഇത് അങ്ങനെ അറിയണ്ടല്ലേ എന്റെ അമ്മോ. ഉടനെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ നിന്നെ പെണ്ണ് കാണാൻ വന്നവരായിരിക്കും കേട്ടോ. സ്മാർട്ടായിട്ട് വെറുതെ ഇരി. ഗായത്രി കണ്ടോ? ഗായത്രി ഉണ്ണിയെ ഇവർ ഒരുപാട് തല്ലി. ഒന്നുമില്ല, ഇവൻ വെറുതെ. ഗായത്രി ഗായത്രി കാണാൻ വന്ന ഞങ്ങള് നമ്മുടെ ബസ്സില് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ എങ്ങും നിന്നില്ല, തള്ളണ്ടേ വന്നില്ല അല്ലേടാ. ഗായത്രി ഇങ്ങോട്ട് പോന്നേ പിന്നെയാ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. എത്ര വിലപ്പെട്ടാന്ന്. ഞങ്ങളെയും വണ്ടിയൊക്കെ വിട്ട് പോന്നേലേ ഗായത്രിക്കും വിഷമമുണ്ടാവും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. എന്തിനാ എന്നെ എന്റെ അച്ഛനെയും ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? എന്റെ കല്യാണ നിശ്ചയത്തിന്റെ തലേ ദിവസം തന്നെയുള്ള ഈ വരവ് അതല്ലേ? ഗായത്രി ഗായത്രി എന്താ ഇങ്ങനെയൊക്കെ? പിന്നെ പിന്നെ എന്തിനാ വന്നേ? കുറച്ച് നാളത്തെ പരിചയമുണ്ടെന്ന് കരുതി നിങ്ങൾ വിളിച്ചോണ്ട് ഞാൻ ഇറങ്ങി വരുന്നു കരുതിയോ? നിങ്ങളാര് ഞാനാര്? നിങ്ങൾ ചെയ്ത സഹായത്തിനുള്ള പ്രതിഫലമാണ് ഞാൻ തന്ന 5 ലക്ഷത്തിന്റെ ബാങ്ക് ഗ്യാരണ്ടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എന്നെ കാണാനോ ശല്യപ്പെടുത്താനോ ഒന്നും ഇങ്ങോട്ട് വരരുത്. താൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചാ ഈ സമ്മാനം തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. കൊണ്ടുപോയിക്കോ. Get out and get lost. എല്ലാം അപ്പ പറഞ്ഞ പോലെ പറഞ്ഞു. അപ്പാവുക്ക് ചീഫ് മിനിസ്റ്റർ ആകാൻ പഴയ ശത്രുവിന്റെ മകനെ ഞാൻ വരനായി സ്വീകരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച ശേഷം ഞാൻ ജീവിച്ചു എന്ന് തോന്നിയ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതെവിടെ? ഈ മന്ത്രി ബംഗ്ലാവിലല്ല, വഴിയോരത്ത് കിടന്ന ആ പഴയ ബസ്സില് അവരോടൊപ്പമാണ്. ആ പാവങ്ങളെ ഉപദ്രവിക്കരുത്, അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ അപ്പ. ഏത് നേരത്താ ഈശ്വര ഇങ്ങോട്ട് വരാൻ തോന്നിയത്? കാണണ്ടായിരുന്നു. എന്നാലും ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ. കണ്ണി ചോരയില്ലാത്തോളം മുടിഞ്ഞു പോവുള്ളൂ. നമ്മളെ മനസ്സിലാക്കിയില്ല.
നീ എപ്പോഴാ ഈ സമ്മാനമൊക്കെ അവക്ക് വാങ്ങിച്ചു കൊടുത്തത്? ആർക്കറിയാം.